കൽക്കട്ട വിമാനത്താവളത്തിലെ റൺവേക്കുള്ളിൽ ഒരു മസ്ജിദ്, ഒരു മുസ്ലിം പള്ളി. അതെന്താ അങ്ങനെ എന്ന ചോദ്യത്തിന് അതെ, അത് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നതാണ് ഉത്തരം. ഇത് ഭാസ്കരൻ നായർ അജയൻ എന്ന മുൻ സൈനികൻ കുറിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങളാണ്. അദ്ദേഹം പറയുന്നു, കൽക്കട്ട വിമാനത്താവളത്തിനുള്ളിലെ റൺവേയിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഗൗരിപൂർ ജാമാ മസ്ജിദ്, ബാങ്ക്ര മസ്ജിദ്, ഇങ്ങനെയാണ് ആ പള്ളിയുടെ പേര്. കാരണം സുരക്ഷാ കാരണങ്ങളാൽ നീക്കം ചെയ്തില്ല. പറയാം, ഇങ്ങനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അതിന്റെ കാരണങ്ങൾ പറയുന്നത്. മുൻപ് പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന CPM തൃണമൂൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ അവർക്കൊരു മടിയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് ഒരു രാഷ്ട്രീയ വിഷയമായും വോട്ട് ബാങ്ക് രാഷ്ട്രീയമായും പലപ്പോഴും ആരോപിക്കപ്പെട്ടിരുന്ന ഒരു വസ്തുതയാണ്. മസ്ജിദ് തീരുമാനങ്ങൾ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് മാത്രമായി ഒരു എടുക്കാൻ, അതായത് മദ്രസ, ദാറുൽ ഉലൂം, മുസ്ലിം പേഴ്സണൽ ബോർഡ് തുടങ്ങിയ ഉന്നത സമിതികളുമായി കൂടി ആലോചിച്ച ഇക്കാര്യത്തിൽ അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും. അവർക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം ഈ ഒരു വിഷയത്തിൽ എടുക്കാൻ സാധിക്കുകയില്ല. വിമാനത്താവളത്തിന്റെ സുരക്ഷ, പ്രവർത്തനക്ഷമത, അതൊക്കെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. മസ്ജിദ് വിമാനത്താവളത്തിന്റെ ഓപ്പറേഷണൽ ഏരിയയിലും രണ്ടാമത്തെ റൺവേയിൽ നിന്ന് 165 മീറ്റർ അകലത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യോമയാന ചട്ടങ്ങൾ പ്രകാരം റൺവേയിൽ നിന്ന് കെട്ടിടങ്ങൾക്കുള്ളിൽ ചുരുങ്ങിയത് 240 മീറ്റർ ദൂരമെങ്കിലും ഉണ്ടായിരിക്കണം. മസ്ജിദ് നിൽക്കുന്ന സ്ഥലം റൺവേയുടെ അപ്രോച്ച് പാതയിൽ ആയതിനാൽ റൺവേയുടെ ടച്ച് പോയിന്റ് 88 മീറ്റർ ദക്ഷിണ ദിശയിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നിരിക്കുന്നു. ഇത് കാരണം വലിയ വിമാനങ്ങൾക്ക് B787, A330 പോലുള്ള വൈഡ് ബോഡി വിമാനങ്ങൾക്ക് ഈ റൺവേയിൽ ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ശൈത്യകാലത്ത് മഞ്ഞുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ചും പ്രധാന റൺവേയിൽ ഇറങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ സെക്കൻഡറി റൺവേ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ മസ്ജിദ് അവിടെ ഉള്ളതുകൊണ്ട് ആധുനികമായ ലാൻഡിംഗ് സംവിധാനങ്ങൾ, ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം, അതൊന്നും ഈ റൺവേയിൽ സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതികളുമുണ്ട്. സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഇപ്പോൾ BJP സർക്കാർ വന്നതോടെയാണ് ഈ മസ്ജിദ് മാറ്റാനുള്ള നടപടികൾക്ക് വേഗത കൈവന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം കുറിക്കുന്നു. ജില്ലാ ഭരണകൂടവും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായി ഈയിടെ പരിശോധനകൾ നടത്തി, മസ്ജിദ് കമ്മിറ്റിയുമായി ചർച്ചകൾ നടത്തി. അതിനുശേഷമാണ് ഇതിന് മാറ്റം വരുത്താം എന്നൊരു തീരുമാനം വന്നിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും എയർപോർട്ട് അതോറിറ്റി ഇന്ത്യയിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ഗൗരിപൂർ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. കൂടാതെ പള്ളി മാറ്റി സ്ഥാപിക്കുമെന്നും അറിയുന്നു. അവസാനമായി പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഈ എയർപോർട്ട് വരുന്നതിന് മുൻപ് തന്നെ, എന്തിനേറെ വിമാനം പോലും കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് 1890-ലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. അപ്പോൾ പള്ളിക്ക് ഉള്ളിൽ ആരാണ് വിമാനത്താവളം കെട്ടിയത് എന്ന ചോദ്യവും ഉയരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.